ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 4 സവാള, ഇത് നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളതാണ്. 3 കാരറ്റ്, 1 സാലഡ് വെള്ളരി, ഇത് തൊലി ചെത്തി അകത്തെ കുരുവും കളയാനുള്ളത്. 8 പച്ചമുളകിൻ്റെ എരിവ് ഇതിനുള്ളു, അതുകൊണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. 4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 240 ml കപ്പിന് 4 കപ്പ് വെള്ളം. ഉപ്പിന് അളവില്ല. അതിന് നമ്മൾ ഇതിനകത്ത് വെള്ളം തിളപ്പിക്കുമ്പം വിനാഗിരി ഒഴിച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിന് ഇച്ചിരി ഉപ്പ് കൂടി നിൽക്കണം. 1 കപ്പ്, ഈ കപ്പിന് തന്നെ 1 കപ്പ് വിനാഗിരിയും എടുക്കണം. ആദ്യം നമുക്ക് വിനാഗിരിയും ഉപ്പും വെള്ളവും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനൊരു സ്റ്റൗവിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വിനാഗിരി ഒഴിക്കാം. ഇതിന് 1 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് അലുത്ത് കഴിയുമ്പോൾ നോക്കണം. ഉപ്പ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം. ആദ്യം നമുക്ക് ഈ വെള്ളരിക്കായുടെ തൊലി ഒന്ന് ചെത്തി, ഇത് വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാലും അരിയത്. ആദ്യം ഈ തൊലി എത്തി കുരു കളയാം. ഇതിൻ്റെ തൊലി വളരെ നേരിയതായിട്ട് ചെത്തിയാൽ മതി. ഒത്തിരി കടുപ്പത്തിൽ ചെത്തിക്കളയണ്ട. ഇതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിത് നീളത്തിലാണ് ഇത് ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് നീളത്തിൽ മുറിച്ചിട്ട് ഇതിൻ്റെ അകത്തെ കുരു എടുത്ത് കളയണം. ഇതുപോലെ മുറിച്ച് വെക്കാം. നമ്മൾ ഈ വെള്ളരിക്ക എല്ലാം നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് കാരറ്റ് അരിയാം. കാരറ്റിൻ്റെ തൊലി ചീകിക്കളയണം. അതും ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിയുന്നത്. കാരറ്റും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞ് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. സവാളയുടെ ഈ വെളുത്ത ഭാഗം കളയണം. ഇനി ഞാനത് ഇങ്ങനെ പിടിച്ചാണ് അരിയുന്നത്. നീളത്തിൽ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. സവാള ഇതുപോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. സവാള അരിഞ്ഞു കഴിഞ്ഞ് അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് പച്ചമുളക് ഒന്ന് കീറിയെടുക്കാം. ഇത് നീളം കൂടിയതുകൊണ്ട് ഞാനിത് 2 ആക്കിയിട്ടാണ് കീറുന്നത്. ഏറ്റവും നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഏറ്റവും നല്ലത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ എണ്ണം കൂടുതലിടണം. ഇതുപോലെ ഇങ്ങനെ കീറി വെച്ചാൽ മതി. പച്ചമുളക് ഇതുപോലെ നടുവേ പൊളന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലെയുള്ള ചില്ല് കുപ്പിയിലാണ് ഇത് ഇടുന്നത്. അതിനി ഓരോന്നും നമുക്ക് ഓരോ കുപ്പിയിലാക്കാം. വെള്ളരിക്ക,
അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക്, 2-3 പച്ചമുളക് ഇടാം. കാരറ്റ് അതും ഒരു കുപ്പിയിലാക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി സവാള, വിടർത്തി ഇല്ലേലും കുഴപ്പമില്ല, ഇത് ഉപ്പിനകത്ത് കിടന്ന് നല്ലതായിട്ട് അലുത്ത് വന്നോളും. ഇനി അതിൻ്റെ അകത്തും 1-2-3 പച്ചമുളക് ചേർക്കാം. ഈ പച്ചമുളക് നമുക്ക് വെള്ളരിക്കകത്തോട്ടും കാരറ്റിനകത്തോട്ടും ഓരോന്നും കൂടെ ഇടാം. വിനാഗിരി ഉപ്പും ചേർത്ത വെള്ളം തിളച്ച് ചൂടാറി, ഇത് ഇളം ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ അകത്ത് ഒഴിക്കണം. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇതിന് മുകളിൽ വരണം. എണ്ണയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ കുപ്പി എല്ലാം നന്നായിട്ട് അടച്ചു വെക്കാം. ഇത് ഒരല്പം ചെറു ചൂടോട് കൂടിയാണ് ഈ വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചിരിക്കുന്നത്. ഒരല്പം കഴിഞ്ഞ് ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിരുന്നതാണ് ഈ 3 പാത്രത്തിലും. അത് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പി അടച്ചു വെക്കാം. 3-ാമത്തെ ദിവസം മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. ഇത് ചോറിന് കഞ്ഞിക്കുമൊക്കെ നല്ലൊരു ഉപ്പിലിട്ടതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുപ്പി നന്നായിട്ട് അടച്ചു വെക്കണം. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി സമയമൊന്നും ഇതിന് ചെലവഴിക്കേണ്ട. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസായി അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.